Hello everyone. അപ്പോൾ നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിന്റെ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു? ഒരു റേറ്റ് ഓഫ് എ റിയാക്ഷൻ, ആവറേജ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് അല്ലേ, യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ഒക്കെയാണ് കഴിഞ്ഞ വീഡിയോസിലും കഴിഞ്ഞ ക്ലാസ്സുകളുമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. നിങ്ങൾക്കറിയാം എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ, എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ്. എഫക്റ്റ് ഓഫ് പ്രഷർ ഉണ്ട്, പക്ഷേ ഈ യൂണിറ്റിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നില്ല എന്ന് മാത്രം. അപ്പോൾ എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ അല്ലേ, എഫക്റ്റ് ഓഫ് concentration of reactant, effect of concentration of reactant. നമ്മൾ ഒന്നാമത്തെ ഫാക്ടർ ആണ് that influence the rate of a reaction. And for a reaction of the type R giving P, for a reaction of the type R giving P, rate of a reaction is directly proportional to molar concentration of reactant. അല്ലേ, റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? റിയാക്ഷന്റെ സ്പീഡ് കൂടും, അല്ലെ റിയാക്ഷന്റെ റേറ്റ് കൂടും. ഇനി നമ്മൾ സ്പീഡ് എന്നുള്ള ടേം നമ്മൾ യൂസ് ചെയ്യൂല, നമ്മൾ എന്താ പറയുക? റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഇനി റേറ്റ് ഓഫ് എ റിയാക്ഷൻ ആണെങ്കിൽ നമുക്കറിയായിരുന്നു ഇൻ ടേംസ് ഓഫ് റിയാക്റ്റന്റും പറയാം, ഇൻ ടേംസ് ഓഫ് പ്രൊഡക്റ്റും പറയാം. മൈനസ് ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി അല്ലെങ്കിൽ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇനി നമുക്ക് പ്രൊഡക്റ്റിന്റെ ടേംസിൽ നോക്കുന്നില്ല, നമ്മൾ ഓൺലി വിൽ ബി എക്സ്പ്രസിംഗ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഓൺലി ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. ഓക്കെ, അപ്പോൾ നോക്ക് ഈ റിയാക്ഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു അല്ലെ റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ആർ ആണ്. റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻടു കോൺസെൻട്രേഷൻ ഓഫ് ആർ. ഈ ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല, ഞാൻ ആ ഇക്വേഷനിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ ഈ ഇക്വേഷൻ ഏത്? റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷനിലെ റേറ്റ് തന്നെ ചെയ്താൽ റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ. ഈ ഇക്വേഷന് പറയുന്ന പേരാണ് റേറ്റ് ഇക്വേഷൻ എന്നാണ് പറയാം, റേറ്റ് ഇക്വേഷൻ. അതല്ലെങ്കിൽ റേറ്റ് ലോ എന്ന് പറയും, അതല്ലെങ്കിൽ റേറ്റ് എക്സ്പ്രഷൻ. അപ്പോൾ ഒരുപാട് പേരുകളുണ്ട്. റേറ്റ് ഇക്വേഷൻ, റേറ്റ് ലോ, അതല്ലെങ്കിൽ എന്താണ് റേറ്റ് എക്സ്പ്രഷൻ എന്നുള്ളതാണ്. അപ്പോൾ റേറ്റ് ഇക്വേഷൻ is a mathematical equation that represents rate of a reaction with concentration of reactant. അല്ലേ, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റിനെയും അതേപോലെ തന്നെ റേറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇക്വേഷന് പറയുന്ന പേരാണെന്ത്? റേറ്റ് ഇക്വേഷൻ എന്നുള്ളത്. ആൻഡ് ഹിയർ കെ ഇസ് എ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നോൺ ആസ് റേറ്റ് കോൺസ്റ്റന്റ്. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മൾ പറയുന്ന പേരാണെന്ത്? റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയും. അപ്പോൾ റേറ്റ് ഇക്വേഷനിലുള്ള കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് എന്താണ്? ഇറ്റ് ഈസ് നോൺ ആസ് റേറ്റ് കോൺസ്റ്റന്റ്. ഞാൻ പറഞ്ഞു ഈ ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല, നമുക്ക് ചെറിയ കുറച്ച് ടേംസും കൂടെ അതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാനുണ്ട്. നൗ കൺസിഡർ എ റിയാക്ഷൻ AA പ്ലസ് BB ഗിവിംഗ് CC പ്ലസ് DD. ഈ ഇക്വേഷൻ വിട്ട് നമുക്കൊരു കളിയില്ല അല്ലേ. AA പ്ലസ് BB ഗിവിംഗ് CC പ്ലസ് DD. അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ട് റിയാക്റ്റന്റ് ഇല്ലേ അല്ലേ, കോൺസെൻട്രേഷൻ ഓഫ് എയും പറയും, കോൺസെൻട്രേഷൻ ഓഫ് ബിയും പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നതാണ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ. റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ. ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്ന രണ്ട് ടേംസ് ആണ് ഏതൊക്കെ? എക്സ് ആൻഡ് വൈ അല്ലെ. ഇതുവരെ നമ്മൾ എന്ത് പറഞ്ഞിട്ടില്ല അല്ലെ, അല്ലെങ്കിൽ എ റേസ് ടു സ്മോൾ എ ഇൻറ്റു ബി റേസ് ടു സ്മോൾ ബി എന്നാണെങ്കിൽ അതിനൊരു മീനിങ് ഉണ്ട്. ഇവിടെ നമ്മൾ പറയുന്നതിൽ എന്താണ്? എ പവർ എക്സ് ഇൻറ്റു ബി പവർ വൈ. ഹിയർ എക്സ് ആൻഡ് വൈ, ഹിയർ എക്സ് ആൻഡ് വൈ മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു സ്മോൾ എ ആൻഡ് സ്മോൾ ബി. ഈ പവർ നമ്മൾ എയുടെ പവറായിട്ട് കൊടുത്ത എക്സും ബിയുടെ പവറായിട്ട് കൊടുത്ത വൈയും എന്താവാം? ഒന്നുകിൽ ഈ എക്സ് എക്ക് ഈക്വൽ ആവാം, വൈ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആവാം? ബിക്ക് ഈക്വൽ ആവാം. അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല. ചില സമയത്ത് എന്തായിരിക്കില്ല, അവർ ഈക്വൽ ആവുകയില്ല. അപ്പോൾ എയും ബിയും ആയിട്ട് ഒരു ബന്ധവുമില്ല. ചില സമയത്ത് നമ്മൾ വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് സംടൈംസ് ദ വാല്യൂസ് മേ ബി ഈക്വൽ ടു സ്മോൾ എ ആൻഡ് ദ വാല്യൂ ക്യാൻ ബി ഈക്വൽ ടു സ്മോൾ ബി. അത്ര മാത്രമേ ഉള്ളൂ. അത് യാദൃശ്ചികമായിട്ട് വരുന്നത് മാത്രമാണ്. അതല്ലാതെ അതെന്തല്ല ഒരു കമ്പൽസറി ആയിട്ട് ആ വാല്യൂ തന്നെ വരണമെന്ന് പറയാൻ പറ്റൂല. അപ്പോൾ ഈ ടേം അല്ലെ എന്താണ്? റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ പവർ എക്സ് ഇൻറ്റു ബി പവർ വൈ. എന്നിട്ട് ഇവിടെ എക്സ് പ്ലസ് വൈ രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യാം. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ടേംസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർഡർ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്നാണ് പറയാ. എന്താണ്? ഓർഡർ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. നൗ ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ സം ഓഫ് powers
ആരുടെ പവർ? സം ഓഫ് പവേഴ്സ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഇൻ എ റേറ്റ് എക്സ്പ്രഷൻ. ഒരു റേറ്റ് എക്സ്പ്രഷനിൽ റിയാക്ടൻ ടേംസിന്റെ കോൺസെൻട്രേഷന്റെ പവർ അല്ലെ, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ ടേംസിന്റെ പവറിന്റെ ആകെ തുക അല്ലെ, അതിന്റെ ആൾജിബ്രായിക് സം, അതിനാണ് എന്ത് പറയാ? ഓർഡർ ഓഫ് എ റിയാക്ഷൻ. Order of a reaction can be defined as the sum of powers of the concentration of reactant terms raised in a rate equation അല്ലെങ്കിൽ in a rate expression. അപ്പോൾ ഇവിടെ rate is equal to k into r. ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്ത് വേണം? raise to n അല്ലേ? അവിടെ n എന്ന് പറയുന്നത് എന്താണ്? where n indicates the order of a reaction. അപ്പോൾ എങ്ങനെയാണ് എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ ഇവിടെ എക്സും വൈയും എന്ന് പറഞ്ഞാൽ നമ്മൾ വാല്യൂ കൊടുക്കണ്ടേ? 1 2 3 എന്ന് പറഞ്ഞ പോലെയുള്ള വാല്യൂസ് കൊടുക്കണം. ആ വാല്യൂസ് ഏത് വാല്യൂ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഇറ്റ് ഈസ് എൻ എക്സ്പെരിമെന്റൽ കൺസെപ്റ്റ്. തിയററ്റിക്കലി പറയാൻ പറ്റൂല. എങ്ങനെ തിയററ്റിക്കലി പറയാൻ പറ്റൂല? ഒരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ എക്സിന്റെ വാല്യൂ 2ഉം വൈയുടെ വാല്യൂ 3ഉം ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്ത് കൺസെപ്റ്റ് ആണ്? ഇറ്റ് ഈസ് എൻ എക്സ്പെരിമെന്റൽ കൺസെപ്റ്റ്. മനസ്സിലായിട്ടുണ്ടാവില്ല. അത് നമുക്ക് കുറേയും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകാം. നമുക്കൊരു ഇക്വേഷൻ പറഞ്ഞിട്ട് ഞാനത് പറഞ്ഞുതരാം എങ്ങനെയാണ് അവിടെ നമ്മൾ എക്സിന്റെയും വൈയുടെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. നൗ കൺസിഡർ എ റിയാക്ഷൻ ആർ ഗിവിംഗ് പി. എന്താ ഇതിന്റെ റേറ്റ് ഇക്വേഷൻ? റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ റേസ് ടു n. ഒരു സംശയമില്ല, നമുക്ക് പറയാം റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ റേസ് ടു n ആണ്. വെർ n ഈസ് ദ ഓർഡർ. അങ്ങനെയാണ് എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കണമല്ലോ. ആ എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഞാൻ ഈ ആർ ഗിവിംഗ് പി എന്ന് പറഞ്ഞ റിയാക്ഷൻ ഒരു 2-3 എക്സ്പെരിമെന്റ് ആയിട്ട് അങ്ങ് നടത്തും. അതായത് ഒരു ആർ എന്ന് പറഞ്ഞ റിയാക്ടന്റിനെ പി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആകുന്ന എക്സ്പെരിമെന്റ് ഞാൻ 2 പ്രാവശ്യം. ഇപ്പോൾ എക്സ്പെരിമെന്റ്, അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് ആർ ആൻഡ് ലെറ്റ് ദിസ് ബി ദ റേറ്റ്. ഞാൻ ആദ്യം ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ ഞാൻ ആർ എന്ന് പറഞ്ഞ കോൺസെൻട്രേഷൻ എത്ര ആയിക്കോട്ടെ, ആർ എന്ന് പറഞ്ഞൊരു വാല്യൂ എടുത്തു. ലെറ്റ് കോൺസെൻട്രേഷൻ ലെറ്റ് ഇറ്റ് ബി ആർ. ആർ എന്ന് പറഞ്ഞ ഒരു വാല്യൂ ഏതാ പറഞ്ഞ 5ഓ 6ഓ 7ഓ ഏതോ ഒരു ആർ എന്ന് പറഞ്ഞ വാല്യൂ എടുത്തപ്പം ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വാസ് ഫൗണ്ട് ടു ബി എക്സ്. അന്നപ്പോൾ ആ റേറ്റിന്റെ വാല്യൂ എത്രയാണ്? എക്സ് ആണെന്ന് വിചാരിച്ചു. അടുത്ത ഇക്വേഷനിൽ അതേ റിയാക്ഷൻ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ആറിന്റെ കോൺസെൻട്രേഷനിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നു. ആറിന്റെ കോൺസെൻട്രേഷൻ ഞാൻ ഡബിൾ ആക്കി. അത് നേരത്തെ ഞാൻ എടുത്തത് എത്രയായിരുന്നോ അതിന്റെ ഇരട്ടി റിയാക്ടന്റ് എടുത്തു. അതിന്റെ ഇരട്ടി റിയാക്ടന്റ് എടുത്ത സമയത്ത് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂടിയ റേറ്റിൽ മാറ്റം വരുമല്ലോ. ദ റേറ്റ് വാസ് ഫൗണ്ട് ടു ബി 8x. റേറ്റ് എത്രയായി? 8 ടൈംസ് കൂടി. എന്താ ഇതിന്റെ മീനിങ്? ആർ എന്ന് പറഞ്ഞ കോൺസെൻട്രേഷൻ എടുത്തപ്പോൾ റേറ്റ് എക്സ് ആയിരുന്നു. ഇപ്പൊ ഞാൻ എന്താക്കിയിട്ടുണ്ട്? 2r എന്ന് പറഞ്ഞ കോൺസെൻട്രേഷൻ എടുത്തപ്പോൾ റേറ്റ് എത്രയായി? 8x ആയി. അങ്ങനെയാണ് എനിക്ക് ഇതിന്റെ റേറ്റ് ഇക്വേഷൻ ഞാൻ എക്സ്പെരിമെന്റ് 1 ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ അതിന്റെ റേറ്റ് ഇക്വേഷൻ എനിക്ക് എങ്ങനെ ചെയ്താ? റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു ആർ പവർ n അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എക്സ് ഈക്വൽ ടു കെ ഇൻറ്റു ആർ പവർ n അല്ലെ? എക്സ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ആർ പവർ n, where R is the concentration of reactant in first experiment. രണ്ടാമത്തെ എക്സ്പെരിമെന്റ്, സെക്കൻഡ് എക്സ്പെരിമെന്റിൽ ഞാൻ എന്താക്കി? ആർ എന്നുള്ള കോൺസെൻട്രേഷൻ പറഞ്ഞ് 2r ആക്കിയില്ലേ? അപ്പൊ ഞാൻ എന്താ? അപ്പൊ റേറ്റ് എത്ര ആയിട്ടുണ്ടായിരുന്നു? 8x. 8x is equal to k into 2r whole raised to n എന്നാവൂലേ? അതായത് കോൺസെൻട്രേഷൻ ആർ റേസ് ടു n എന്നുള്ള ഇപ്പൊ നമ്മുടെ കോൺസെൻട്രേഷൻ എത്രയാ? 2r ആണ്. അപ്പൊ 2r റേസ് ടു n എന്ന് മാറ്റി. അങ്ങനെയാണ് ഇതൊന്ന് സോൾവ് ചെയ്യുക. അപ്പൊ ഇതിന് ഇക്വേഷൻ 1 ഇത് ഇക്വേഷൻ 2. അപ്പൊ എന്തായി? 8x is equal to 2r whole raised to n എന്ന് പറഞ്ഞാൽ 2 raised to n into r raised to n അല്ലേ? അപ്പൊ ഞാനിത് സോൾവ് ആ ബ്രാക്കറ്റിൽ നിന്ന് 2 പുറത്തേക്ക് എടുക്കുന്നത് 2 raised to n into k into concentration of r raised to n. കെ ആർ പവർ n എന്ന് പറയുന്നത് എത്രയാണ്? കെ ആർ പവർ n എന്ന് പറയുന്നത് എക്സ് ആണ്, നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായി? 8x is equal to 2n അല്ലെ ഇൻറ്റു എക്സ്. അതായത് 2 പവർ n റേസ് ടു എക്സ് അല്ലെ ഇൻറ്റു എക്സ്. എക്സ് ആൻഡ് എക്സ് ക്യാൻസൽ ചെയ്ത് എന്ത് കിട്ടി? 8 is equal to 2 power n. Now what is the value of n? 8 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താ? 2 ക്യൂബ് അല്ലേ? 2 ക്യൂബ് ഈക്വൽ ടു 2 പവർ n. അപ്പൊ n-ന്റെ വാല്യൂ എത്രയാ? n is equal to 3. അപ്പൊ ഇവിടെ ഈ ഇക്വേഷൻ ശരിക്കും ഞാൻ ഈ പറഞ്ഞ പോലെയാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിന്റെ റേറ്റ് ഇക്വേഷൻ എന്താ? റേറ്റ് is equal to k into concentration of r power 3 എന്നാണ്. കാരണം എന്താ? r പവർ 3 ആവാനുള്ള കാരണം കോൺസെൻട്രേഷൻ ഡബിൾ ആക്കിയപ്പോൾ റേറ്റ് എത്രയാണ്? റേറ്റ് 8 ടൈംസ് കൂടിയിട്ടുണ്ട്. ഞാൻ വേറൊരു കണ്ടീഷൻ പറയുന്നത്. വേറൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ നമ്മൾ ഡബിൾ ആക്കി.
കോൺസെൻട്രേഷൻ ഡബിൾ ആക്കിയ സമയത്തും റേറ്റിൽ ഒരു മാറ്റവും ഇല്ല എന്ന് വിചാരിക്കുക. കോൺസെൻട്രേഷൻ ഡബിൾ ആക്കിയ സമയത്തും റേറ്റ് റിമെയിൻസ് ദ സെയിം. അങ്ങനെയാണ് എന്താ വരിക? സെയിം എക്സ്പെരിമെന്റ് നമ്മൾ എന്താക്കുന്നത്? കോൺസെൻട്രേഷൻ 2R ആക്കുന്നു. കോൺസെൻട്രേഷൻ 2R ആക്കിയപ്പോഴും റേറ്റ് എത്രയാണ്? റേറ്റ് ഈസ് സെയിം, റേറ്റിൽ മാറ്റല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? നമ്മളെ ഫസ്റ്റ് ഇക്വേഷൻ എന്താ? എക്സ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ആർ പവർ എൻ. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ വരിക? എക്സ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു 2R പവർ എൻ. അപ്പൊ എന്തായി? അല്ലേ, 2 പവർ എൻ ഇൻറ്റു കെ ഇൻറ്റു ആർ പവർ എൻ എന്നായില്ലേ എക്സിന്റെ വാല്യൂ. എക്സ് ഈസ് ഈക്വൽ ടു 2 പവർ എൻ ഇൻറ്റു കെ ഇൻറ്റു ആർ പവർ എൻ. ഈ കെ ഇൻറ്റു ആർ പവർ എൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു 2 പവർ എൻ ഇൻറ്റു എക്സ് എന്ന് എഴുതി കൂടെ. കാരണം കെ ഇൻറ്റു ആർ പവർ എൻ ഈസ് ഈക്വൽ ടു എക്സ്. എക്സ് ആൻഡ് എക്സ് വിൽ ഗെറ്റ് ക്യാൻസൽ. അപ്പൊ എന്ത് കിട്ടി? 2 പവർ എൻ ഈസ് ഈക്വൽ ടു 1 അല്ലേ? എക്സും എക്സും ക്യാൻസൽ ചെയ്താൽ 2 പവർ എൻ ഈസ് ഈക്വൽ ടു 1 അല്ലേ? നമുക്ക് എന്ത് ചെയ്താ? 2 പവർ എൻ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താ? 2 പവർ 0 അല്ലേ? 2 പവർ 0. എ നമ്പർ റേസ് ടു 0 ഈസ് 1. അപ്പൊ 2 പവർ 0 അല്ലെ 3 പവർ. ഇപ്പൊ ഞാൻ 2 പവർ 0 എന്ന് ചെയ്ത് എനിക്ക് എന്നിന്റെ വാല്യൂ കിട്ടാനാണ്. 2 പവർ എൻ്റെ അതേ ഫോമിൽ തന്നെ 1 മാറ്റി. സോ എന്നിന്റെ വാല്യൂ എന്തായിരിക്കും? എന്നിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ നമ്മുടെ റേറ്റ് ഇക്വേഷൻ എന്താ വരിക? റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു ആർ പവർ 0. അപ്പോൾ ഓർഡർ എന്ന് പറഞ്ഞ വാല്യൂ കിട്ടണമെങ്കിൽ എക്സ്പെരിമെന്റ് നടത്തണം അല്ലേ? റിയാക്ഷൻ തന്നിട്ട് നിങ്ങളോട് പറയാണ് ആർ ഗിവിംഗ് പി, എന്നിന്റെ വാല്യൂ എന്താന്ന് വെച്ചാൽ പറയാൻ പറ്റുമോ? നിങ്ങൾ എന്ത് പറയും? നമുക്കൊരു എക്സ്പെരിമെന്റ് നടത്തി നോക്കാം. എങ്ങനെ? കോൺസെൻട്രേഷൻ വിവിധങ്ങളായിരിക്കുന്ന കോൺസെൻട്രേഷൻ നമുക്ക് എടുത്തു നോക്കാം. വിവിധ രീതിയിലുള്ള കോൺസെൻട്രേഷനുകൾ നമുക്ക് എടുത്തു നോക്കിയിട്ട് അത് റേറ്റിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അവരെ കമ്പയർ ചെയ്യുക. അപ്പോൾ വലിയൊരു വർക്കാണ് അല്ലേ? വലിയൊരു വർക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ? ഓർഡറിന്റെ വാല്യൂ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ എക്സ്പെരിമെന്റൽ കൺസെപ്റ്റ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ എന്താ ഈ എക്സ്പെരിമെന്റൽ എന്നുള്ളത്? കാരണം എന്താ? തിയററ്റിക്കൽ ബേസിസ് ഇല്ല. ഇപ്പൊ ഞാൻ പറയാണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. അത് തിയററ്റിക്കൽ ബേസിസാണ്. അപ്പൊ നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയാണ് 3+2 ഹോൾ സ്ക്വയർ. 3+2 ഹോൾ സ്ക്വയർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എ പ്ലസ് ബിന്റെ ഫോമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഒരു ഇക്വേഷൻ ഫ്രെയിം ചെയ്യാൻ പറ്റും. കാരണം അതിന് നമ്മുടെ കയ്യിൽ ഒരു തിയറി ഉണ്ട്. അല്ലെങ്കിൽ ഇന്റഗ്രൽ 1/x dx ഈസ് ഈക്വൽ ടു നാച്ചുറൽ ലോഗരിതം ഓഫ് എക്സ്. അങ്ങനെയാണ് ആ ഫോമിലുള്ള ഏത് ഇക്വേഷൻ കിട്ടിയാലും നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ നിങ്ങൾക്ക് ഇന്ത്യയിലെ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ആർ പവർ എൻ എന്ന് പറഞ്ഞ എന്നിന്റെ വാല്യൂ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് റിയാക്ഷൻ കണ്ടീഷൻ അല്ലേ? നമ്മൾ അല്ലേ ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടത്തിയാൽ മാത്രമേ എന്ത് കിട്ടുന്നുള്ളൂ? ആ എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ആൻ എക്സ്പെരിമെന്റൽ കൺസെപ്റ്റ് എന്നുള്ളത്. അപ്പോൾ എന്താ പറയുന്നത്? ഓർഡർ. ഇപ്പോൾ ഞാൻ ഏതൊക്കെ പറഞ്ഞു? റേറ്റ് ഇക്വേഷൻ, അതേപോലെ തന്നെ ഓർഡർ ഓഫ് എ റിയാക്ഷൻ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. Now you consider a reaction. അതിന്റെ റേറ്റ് ഇക്വേഷൻ എങ്ങനെയാണ്? റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ പവർ 1.5 ഇൻറ്റു ബി പവർ 2.5. എ പവർ 1.5 പ്ലസ് ബി പവർ 2.5. അങ്ങനെയാണ് ഇതിന്റെ ഓർഡർ എത്രയാണ്? ഓർഡർ എന്ന് പറയുന്നത് ഓർഡർ ഈസ് ഈക്വൽ ടു 1.5 പ്ലസ് 2.5 ദാറ്റ്സ് ഈക്വൽ ടു 4. 1.5 പ്ലസ് 2.5 4. അപ്പോൾ ഇവിടെ ഒരു റിയാക്ഷൻ ഇപ്പോൾ നമ്മൾ സാധാരണ റേറ്റ് ചെയ്യുന്നത് റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ പവർ എക്സ് ഇൻറ്റു ബി പവർ വൈ. ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ ദ റിയാക്ഷൻ ഈസ് എക്സ്ത് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ ആൻഡ് വൈത്ത് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി. ഇപ്പോൾ നമ്മൾ പറയാണ് ഫോർ എ റിയാക്ഷൻ എ പ്ലസ് ബി ഗിവിംഗ് പ്രോഡക്റ്റ്. ഫോർ എ റിയാക്ഷൻ എ പ്ലസ് ബി ഗിവിംഗ് പ്രോഡക്റ്റ്, if the reaction is first order with respect to A and third order with respect to B. If a reaction is first order with respect to A and third order with respect to B, അങ്ങനെയാണ് റേറ്റ് ഇക്വേഷൻ എന്തായിരിക്കും? റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ പവർ 1 ഇൻറ്റു ബി പവർ 3. കെ ഈസ് ഈക്വൽ ടു എ പവർ 1 ഇൻറ്റു ബി പവർ 3. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോൺസെൻട്രേഷൻ ഓഫ് എ മാത്രം നമ്മൾ ഡബിൾ ചെയ്തു എന്ന് വിചാരിക്കും. കോൺസെൻട്രേഷൻ ഓഫ് എ മാത്രം, ബി മാറ്റില്ലേ, എയുടെ കോൺസെൻട്രേഷൻ മാത്രമാണ് ഡബിൾ ചെയ്യുന്നതെങ്കിൽ എന്താ വരിക? 2a പവർ 1 വരൂലേ? 2a പവർ എന്ന് പറഞ്ഞാൽ 2 പവർ 1 പുറത്തേക്ക് വരും. അപ്പോൾ ഇക്വേഷൻ എന്താവും? റേറ്റ് ഈക്വൽ, പുതിയ റേറ്റ് ആണ്. പുതിയ റേറ്റ് എന്ന് പറയുന്നത് എന്താ? 2 പവർ 1 ഇൻറ്റു കെ ഇൻറ്റു എ പവർ 1 ഇൻറ്റു ബി പവർ 3. അപ്പോൾ റേറ്റ് വിൽ ബി ഇൻക്രീസ്ഡ് ബൈ 2 ടൈംസ്. അപ്പോൾ ഈ റിയാക്ഷനിൽ എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് ഇൻക്രീസ്ഡ് ബൈ 2 ടൈംസ് ആയിരിക്കും. പകരം നിങ്ങൾ ബിയുടെ കോൺസെൻട്രേഷൻ ആണ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ? ബിയുടെ കോൺസെൻട്രേഷൻ ആണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ 2 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ടൈംസ് ആയിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്.
എയുടെ പവർ അല്ലെ എയുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡബിൾ ആണ് അല്ലെ റേറ്റ് അല്ലെ അവിടെ ഇൻക്രീസ് ചെയ്തെങ്കിൽ ബിയുടെ കോൺസെൻട്രേഷൻ അല്ലെ 2 ടൈംസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി 8 2 ക്യൂബ് ടൈംസ് ആണ്. എയും ബിയും കൂടി ഇൻക്രീസ് ചെയ്താലോ എയും ബിയും ഡബിൾ ആക്കിയാൽ 2 power 1 into 2 power 3 എത്രയായി 16 ടൈംസ് ഇൻക്രീസ് ചെയ്യും. പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. ഇത് ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ഓർഡർ ഓഫ് എ റിയാക്ഷൻ. ഇതിന്റെ ന്യൂമറിക്കൽസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ ജസ്റ്റ് ഞാൻ അതിന്റെ ഒരു തിയററ്റിക്കൽ സൈഡ് മാത്രം പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ യൂണിറ്റ് ഓഫ് കെ ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഡേഴ്സ് കേട്ടോ. ഓരോരോ യൂണിറ്റ് അതായത് കെയുടെ വാല്യൂ അല്ലെ ഓർഡർ മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും ദർ വിൽ ബി ചേഞ്ച് ഫോർ ദ യൂണിറ്റ് ഓഫ് കെ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം നമ്മളെ റേറ്റ് ഇക്വേഷൻ എന്താണ്? റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു concentration of reactant raised to n. Then unit of k എന്ന് പറഞ്ഞാലോ k is equal to rate divided by concentration of reactant raised to n അല്ലേ. rate equal to k into r power n, k is equal to rate divided by concentration of r power n. unit of k is equal to unit of rate. നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്. എന്താണ്? മോൾ per liter per second. സംശയമൊന്നുമില്ലല്ലോ. മോൾ per liter per second divided by concentration raised to n. concentration raised to n എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷന്റെ യൂണിറ്റ് എന്താ? മോൾ per liter. മോൾ per liter raised to n ആവൂലേ അല്ലേ? മോൾ per liter raised to n. അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. this is equal to മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് divided by മോൾ per liter all raised to n. എന്താണ്? മോൾ raised to n liter raised to minus n. mole raised to n liter raised to minus n I. So what is mole raised to 1 divided by mole raised to n? A raised to m divided by a raised to n. എന്താണ്? a raised to m minus n. അപ്പോൾ എന്താവും? mole raised to 1 minus n. liter raised to minus 1 divided by liter raised to minus n. liter raised to minus 1 plus n അല്ലേ? liter raised to minus 1 plus n. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താ? n minus 1 സെക്കൻഡ് ഇൻവേഴ്സ്. ഇതാണ് യൂണിറ്റ് ഓഫ് കെ ഫോർ എൻ nth ഓർഡർ റിയാക്ഷൻ അല്ലേ? യൂണിറ്റ് ഓഫ് കെ ഫോർ എൻ nth ഓർഡർ റിയാക്ഷൻ എന്താണ്? മോൾ റേസ് ടു 1 മൈനസ് എൻ ലിറ്റർ റേസ് ടു n മൈനസ് 1 സെക്കൻഡ് ഇൻവേഴ്സ്. ഏത് ഓർഡർ ഓഫ് റിയാക്ഷൻ തന്നാലും ഈ ജനറൽ യൂണിറ്റ് കണ്ട് അല്ലെ മനസ്സിലുണ്ടായാൽ മതി. ഈ ജനറൽ യൂണിറ്റ് നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിന്റെ ഓർഡർ ഏത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം യൂണിറ്റ് ഓഫ് കെ എന്ന് പറയുന്നത് എന്താണ്? മോൾ റേസ് ടു 1 മൈനസ് എൻ ലിറ്റർ റേസ് ടു n മൈനസ് 1 സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. നൗ ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ എന്താണ്? n ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ അതിന്റെ യൂണിറ്റ് ഓഫ് കെ എന്താ വരിക? മോൾ റേസ് ടു 1 മൈനസ് 0 മോൾ അല്ലെ? മോൾ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ മോൾ തന്നെ. ലിറ്റർ റേസ് ടു 0 മൈനസ് 1 ലിറ്റർ റേസ് ടു മൈനസ് 1 സെക്കൻഡ് ഇൻവേഴ്സ്. ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ n ഈക്വൽ ടു 1 അല്ലേ? മോൾ റേസ് ടു 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ മോൾ റേസ് ടു 0. മോൾ റേസ് ടു 0 എത്രയാ? 1. എനി നമ്പർ റേസ് ടു 0 ഈസ് 1. ലിറ്റർ റേസ് ടു 1 മൈനസ് 1 അതും ലിറ്റർ റേസ് ടു 0 സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പോൾ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? സെക്കൻഡ് ഇൻവേഴ്സ്. വെൻ n ഈക്വൽ ടു 2 n ഈക്വൽ ടു 2 ആണെങ്കിൽ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ മോൾ റേസ് ടു 1 മൈനസ് 2 എന്താണ്? മോൾ റേസ് ടു 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ മോൾ റേസ് ടു മൈനസ് 1. ലിറ്റർ റേസ് ടു 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ്. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏത് ഓർഡർ ഓഫ് റിയാക്ഷൻ തന്നു കഴിഞ്ഞാലും അതിന്റെ യൂണിറ്റ് കാണാൻ പറ്റും. Now you can identify the order of the reaction from the unit. യൂണിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുക. അതിന് ചെറിയൊരു ഷോർട്ട് കട്ടും കൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ നിങ്ങളോട് പറയാണ് k is equal to 2.8 into 10 raised to minus 2 mole inverse liter second inverse. For a reaction k is equal to 2.8 അല്ലെ? for a reaction r giving p. for a reaction r giving p k is equal to 2.8 into 10 raised to minus 2 mole inverse liter second inverse. Write the rate equation. അപ്പോൾ എന്താ റേറ്റ് ഇക്വേഷൻ വരിക? റേറ്റ് is equal to k into concentration of r power n. n എന്ന് പറഞ്ഞാൽ ഓർഡർ ആണ്. ഓർഡർ എങ്ങനെ കണ്ടു? ഈ വാല്യൂവിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ഇവിടെ ഇമ്പോർട്ടൻസ് ആർക്കാണ്? യൂണിറ്റിനാണ്. നിങ്ങൾ നോക്കിയേ, ലിറ്ററിന്റെ യൂണിറ്റ് എന്താ? 1. ലിറ്ററിന്റെ യൂണിറ്റ് 1 ആണെങ്കിൽ അത് ഏതാ? അത് സെക്കൻഡ് ഓർഡർ ആണ്. ലിറ്ററിന്റെ യൂണിറ്റ് -1 ആണെങ്കിൽ അത് 0 ഓർഡർ ആണ്. ലിറ്ററിന്റെ പവർ 0 ആണെങ്കിൽ അത് ഫസ്റ്റ് ഓർഡർ ആണ്. എങ്ങനെയാണ്? ലിറ്ററിന്റെ പവർ 1 ആണെങ്കിൽ അത് സെക്കൻഡ് ഓർഡർ ആണ്. ലിറ്ററിന്റെ പവർ 1 അല്ലെ എന്താണ്? 0 ആണെങ്കിൽ അത് ഫസ്റ്റ് ഓർഡർ ആണ്. -1 ആണെങ്കിൽ 0 ആണ്. അപ്പോൾ ഒരു റിലേഷൻ ഉണ്ട്. എന്താ റിലേഷൻ?
ലിറ്ററിന്റെ പവർ എത്രയാണെന്ന് നോക്കുക. ലിറ്ററിന്റെ പവർ എത്രയാണോ ആ പവറിനോട് 1 കൂടെ ആഡ് ചെയ്യുന്നതാണ് അതിന്റെ ഓർഡർ ഓഫ് റിയാക്ഷൻ. ഈ തന്ന ക്വസ്റ്റ്യനിൽ ലിറ്ററിന്റെ പവർ 1 അല്ലേ? 1 ആണെങ്കിൽ എന്താക്കുക 2, അത് സെക്കൻഡ് ഓർഡർ ആയിരിക്കും. ലിറ്ററിന്റെ പവർ 3 ആണെങ്കിൽ അത് ഫോർത്ത് ഓർഡർ ആയിരിക്കും. ലിറ്ററിന്റെ പവർ 0 ആണെങ്കിൽ അത് ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. ലിറ്ററിന്റെ പവർ -1 ആണെങ്കിൽ അത് 0 ഓർഡർ ആയിരിക്കും. എന്താ ചെയ്യേണ്ടത്? ലിറ്ററിന്റെ പവറിന്റെ കൂടെ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒരു 1 കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ ലിറ്ററിന്റെ പവർ 1 ആണ് അല്ലെ? ലിറ്ററിന്റെ പവർ 1 ആണെങ്കിൽ അത് ഫോളോ ചെയ്യുന്നത് ഏതാണ്? സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. അപ്പൊ എന്താ വരിക? റേറ്റ് ഈസ് ഈക്വൽ ടു K × R⁻². ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് നമുക്ക് ഓർഡർ ഓഫ് എ റിയാക്ഷനിൽ ചെയ്യാനുള്ളത്. അതിന്റെ ന്യൂമറിക്കൽ സെക്ഷൻസ് ഉണ്ട്, അത് നമ്മൾ വരുന്ന വീഡിയോസിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഇപ്പൊ തിയറി മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഓർഡർ പറയുന്ന കൂടെ തന്നെ അതിന്റെ കൂടെ നമ്മൾ പറയേണ്ട ഒരു ടേമാണ് മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ. എന്താണ് മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ എന്നുള്ളത്? Now molecularity of a reaction can be defined as the number of atoms, molecules or ions that collide with each other in order to bring about a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷൻ സാധ്യമാക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു കെമിക്കൽ റിയാക്ഷൻ സാധ്യമാവാൻ വേണ്ടിയിട്ട് അവിടെ കൊളൈഡ് ചെയ്യപ്പെടുന്ന ആറ്റംസ്, മോളിക്യൂൾസ് ഓർ അയോൺസ്, അതിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. സോ എന്താ മോളിക്കുലാരിറ്റി? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ആറ്റംസ്, അതല്ലെങ്കിൽ മോളിക്യൂൾസ്, അതും അല്ലെങ്കിൽ അയോൺസ് that collide with each other. എന്താ കൊളൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂട്ടിയിടിക്കുക അല്ലെ? എന്തിനു വേണ്ടിയാണ് കൂട്ടിയിടിക്കുന്നത്? in order to bring about a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷൻ സാധ്യമാവാൻ വേണ്ടിയിട്ട് അവിടെ സൈമൾട്ടേനിയസ് ആയിട്ട് കൊളൈഡ് ചെയ്യുന്ന ആറ്റംസ്, മോളിക്യൂൾസ് ഓർ അയോൺസിന്റെ എണ്ണത്തിനാണ് നമ്മൾ എന്ത് പറയാ? മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കൊളൈഡ് ചെയ്യുന്നത് ഒരു മോളിക്യൂൾ മാത്രമാണെന്ന് വിചാരിച്ചോ, അങ്ങനെയാണ് അതിനെ നമുക്ക് എന്ത് വിളിക്കുക? അതിനെ യൂണിമോളിക്കുലാർ റിയാക്ഷൻസ് എന്ന് പറയും. എങ്ങനെ അല്ലെ? സൈമൾട്ടേനിയസ് കൊളീഷൻസ് ഓഫ് സെയിം കൈൻഡ്, ഒരേ ആൾ തന്നെയാണ് കൊളൈഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂണിമോളിക്കുലാർ. അതല്ല രണ്ടുപേരാണ് കൊളൈഡ് ചെയ്യുന്നതെങ്കിൽ അല്ലെ, ഒരാൾ മാത്രമുള്ള ഒരു കൊളീഷൻ വരൂല കേട്ടോ, അത് നമുക്ക് ജസ്റ്റ് അതിനെ ഒരു തിയററ്റിക്കലി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. രണ്ടുപേരാണ് കൊളൈഡ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? ബൈമോളിക്കുലാർ. 3 പേരാണ് കൊളൈഡ് ചെയ്യുന്നതെങ്കിൽ ട്രൈമോളിക്കുലാർ, അതല്ലെങ്കിൽ ടെർമോളിക്കുലാർ റിയാക്ഷൻസ് എന്ന് പറയും. അപ്പൊ ഏതൊക്കെയാണുള്ളത്? ഫസ്റ്റ് വൺ യൂണിമോളിക്കുലാർ റിയാക്ഷൻസ്, രണ്ടാമത്തത് ബൈമോളിക്കുലാർ റിയാക്ഷൻസ്, മൂന്നാമത്തത് ട്രൈമോളിക്കുലാർ അതല്ലെങ്കിൽ ടെർമോളിക്കുലാർ റിയാക്ഷൻസ്. അപ്പൊ ഇങ്ങനെ 3 പേരുകളുള്ളത്: യൂണിമോളിക്കുലാർ, ബൈമോളിക്കുലാർ ആൻഡ് ട്രൈമോളിക്കുലാർ. യൂണിമോളിക്കുലാർ റിയാക്ഷൻസ് occurs due to the participation of a single species. Bimolecular reactions occurs due to the simultaneous collision of 2 species. Trimolecular reaction occurs due to the simultaneous collision of 3 species. Example of unimolecular reactions എന്ന് പറയുന്നത് decomposition of ammonium nitrite NH4NO2. അത് ഡീകമ്പോസ് ചെയ്യുക എങ്ങനെ? ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നും H2O എലിമിനേറ്റഡ് ആവും. അപ്പോൾ NH4NO2 എത്ര H2O പോവും? നിങ്ങൾ നോക്കിയേ, H2O എന്നുള്ള രീതിയിലാണ് പോകുന്നത്. എത്ര H2O പോക്ക? 2 H2O പോയിക്കൂടെ? H4O2. അത് കഴിഞ്ഞാൽ ആരാ ബാക്കി ഉണ്ടാവുക? N2. അപ്പോൾ ഇതാണ് റിയാക്ഷൻ. ഇന്ത്യയിലെ ഇനോർഗാനിക് റിയാക്ഷൻ ഇത്ര സിമ്പിൾ ആയിട്ട് പഠിക്കാം. അപ്പോൾ NH4 ചൂടാക്കുന്ന സമയത്ത് H2O എലിമിനേറ്റ് ആവുന്നു. H2O എന്ന് പറഞ്ഞാൽ H4O2 ആണ് പോവുക അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ ആരുണ്ട്? 2 നൈട്രജൻ ബാക്കിയുണ്ട്, N2. ബൈമോളിക്കുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2Hi. ഇവിടെ ആരാണുള്ളത്? 2 ഹൈഡ്രജൻ അയോഡൈഡുകൾ വന്ന് കൂട്ടിയിടിക്കുക. 2 ഹൈഡ്രജൻ അയോഡൈഡുകൾ കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ അവിടെ 2 സ്പീഷീസ് ഇൻവോൾവ് ആയില്ലേ? ഒരു ഹൈഡ്രജൻ അയോഡൈഡ് വേറൊരു ഹൈഡ്രജൻ അയോഡൈഡുമായിട്ട് കൂട്ടിയിടിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്? H2+I2. ബൈമോളിക്കുലാർ. ട്രൈമോളിക്കുലാർ 2NO, 2 NOവും ഒരു O2വും കൂടെ ഒന്നിച്ച് വന്ന് കൂട്ടിയിടിക്കണേ. 2 NO വരുന്നു, വേറെ സ്ഥലത്ത് നിന്ന് O2 വരുന്നു. ഇവർ 3 പേരും കൂടെ ഒന്നിച്ച് വന്ന് കണ്ടുമുട്ടുക. അല്ലാതെ 2 NO വന്ന് കണ്ടുമുട്ടി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് O2 വന്ന് അതിൽ ചേർന്നിട്ട് കാര്യമില്ല. കൊളീഷൻസ് മസ്റ്റ് ബി സൈമൾട്ടേനിയസ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാ? ഇറ്റ് പ്രൊഡ്യൂസസ് 2NO2 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ട്രൈമോളിക്കുലാർ റിയാക്ഷൻസ്. ആൻഡ് ജനറലി ട്രൈമോളിക്കുലാർ റിയാക്ഷൻസ് ആർ റെയർ ടു പ്രൊസീഡ്. വളരെ അപൂർവമായിട്ട് എന്ത് സംഭവിക്കാറുള്ളൂ? ട്രൈമോളിക്കുലാർ റിയാക്ഷൻസ് ഉണ്ടാവാറുള്ളൂ. പൊതുവെ നമുക്ക് ഏതാ ഉണ്ടാവുക? either it will be unimolecular or it will be bimolecular. Trimolecular reactions are very rare. വളരെ അപൂർവമായിട്ട് ഉണ്ടാവുന്നുള്ളൂ. കാരണം simultaneous collisions of more than 3 molecules, 3 or more molecules അല്ലേ? collision of simultaneous collision of 3 or more molecules are rare. ഒരേ സമയത്ത് 3 അതിൽ കൂടുതൽ മോളിക്യൂൾസോ വന്ന് കൊളൈഡ് ചെയ്യുന്നത് വളരെ അപൂർവമായിരിക്കും. നിങ്ങൾ നോക്കിയ ഒരു ആക്സിഡന്റ് നിങ്ങൾ പലപ്പോഴും പല സ്ഥലങ്ങളിലായിട്ട് പല ആക്സിഡന്റും നിങ്ങൾ ചിലപ്പോൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവാം. അല്ലെ ആക്സിഡന്റ് കഴിഞ്ഞിട്ടെങ്കിലും നിങ്ങൾ ആ വഴിക്ക് എത്തിയിട്ടുണ്ടാവും.
അവിടെയൊക്കെ കൂട്ടിയിടിക്കുക എന്ന് പറയുന്ന മിക്കവാറും ഒരു വാഹനം വേറൊരു വാഹനമായിട്ടായിരിക്കും കൂട്ടിയിടിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ രണ്ടെണ്ണത്തിനുള്ള പ്രോബബിലിറ്റി ഒരുപാട് കൂടുതലാണ്. ചിലപ്പോൾ എന്ത് ചെയ്യും, ചില ഒരു വണ്ടി പോയിട്ട് ചിലപ്പോൾ വേറൊരു വണ്ടി ചിലപ്പോൾ ഒരു പോസ്റ്റിനൊക്കെ പോയി ഇടിക്കും അല്ലെ, അവിടെ ഒന്ന് മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. രണ്ടെണ്ണം നേരിട്ടുള്ള കൊളീഷൻ വരാം, മൂന്നെണ്ണം കൊളൈഡ് ചെയ്യുക. മൂന്നെണ്ണം കൊളൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, രണ്ട് കാറ് വന്ന് കൊളൈഡ് ചെയ്യുന്ന അതേ സമയത്ത് മൂന്നെണ്ണം വന്ന് മൂന്നാമത്തവും വന്ന് കൊളൈഡ് ചെയ്യണം. അത് അപൂർവമായിട്ട് മാത്രമേ നടക്കുള്ളൂ അല്ലേ, വളരെ അപൂർവമായിട്ട്, തീരെ എല്ല എന്ന് പറയാൻ പറ്റൂല, പക്ഷെ വളരെ അപൂർവമായിട്ട് എന്ത് ചെയ്യുക, മൂന്നെണ്ണത്തിന്റെ കൊളീഷൻസ് നടക്കാം. പക്ഷെ അത് റെയറാണ്. 4 എണ്ണാണെങ്കിലോ അത് വീണ്ടും റെയർ ആവും അല്ലെ. അപ്പോൾ നമ്മൾ അതിന്റെ പ്രോബബിലിറ്റി നോക്കുകയാണെങ്കിൽ അതിന്റെ കൊളീഷൻസ് ഒരേ സമയത്ത് 3 എണ്ണം കൊളൈഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ അപൂർവമായിട്ട് മാത്രം നടക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, സൈമൾട്ടേനിയസ് കൊളീഷൻസ് ഓഫ് 3 or more molecules are rare and hence അല്ലെ എന്താണ് ട്രൈമോളിക്കുലാർ റിയാക്ഷൻസ് ആർ റെയർ. അത് ചോദിക്കാറുണ്ട്, ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. അതൊരു കമ്പാരിറ്റീവ് ചെയ്ത് നമുക്കൊരു കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓർഡറും അതേപോലെ തന്നെ മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പോൾ ഓർഡറും മോളിക്കുലാരിറ്റി തമ്മിലുള്ള ഡിഫറൻസ്, ഫസ്റ്റ് ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് അവരുടെ ഡെഫിനിഷൻ തന്നെയാണ്. ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ സം ഓഫ് പവേഴ്സ് ഓഫ് ദ റിയാക്ടന്റ് ടേംസ് റേസ്ഡ് ഇൻ എ റേറ്റ് ലോ എക്സ്പ്രഷൻ. മോളിക്കുലാരിറ്റി ഈസ് ദ നമ്പർ ഓഫ് ആറ്റംസ്, മോളിക്യൂൾസ് ഓർ അയോൺസ് ദാറ്റ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ ഇൻ ഓർഡർ ടു ബ്രിങ് അബൌട്ട് എ കെമിക്കൽ റിയാക്ഷൻ. രണ്ടുപേരുടെ ഡെഫിനിഷൻ നമുക്ക് എന്ത് പറയാം, ഓരോരോ ഡിഫറൻസ് ആയിട്ട് പറയാം. രണ്ടാമത്തത്, ഓർഡർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ എക്സ്പെരിമെന്റൽ കൺസെപ്റ്റ് ആണ്. ഓർഡർ എന്ത് കൺസെപ്റ്റ് ആണ്, ഇറ്റ് ഈസ് എൻ എക്സ്പെരിമെന്റൽ കൺസെപ്റ്റ്. പക്ഷേ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നതോ ഇറ്റ് ഈസ് എ തിയററ്റിക്കൽ കൺസെപ്റ്റ്. തിയററ്റിക്കൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാക്ഷനിൽ കൂട്ടിയിടിക്കുന്നതൊന്നും നമുക്ക് പോയാലോ അല്ലെങ്കിൽ ഒരു അല്ലെ അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അല്ലെ തിയററ്റിക്കലി നമ്മൾ പറയാണ്, ആ റിയാക്ഷൻ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും എന്ത്, അവിടെ 2 ആൾക്കാരാണ് കൊളൈഡ് ചെയ്യുന്നത്, 3 ആൾക്കാരാണ് കൊളൈഡ് ചെയ്യുന്നത് എന്നുള്ളത് ബൈ നോയിങ് ദ റിയാക്ഷൻ അല്ലെ. അപ്പോൾ അതെന്ത് കൺസെപ്റ്റാണ്, തിയററ്റിക്കൽ കൺസെപ്റ്റ്. പിന്നെ മൂന്നാമത്തത്, ഓർഡർ ക്യാൻ ബി സീറോ. ഓർഡർ ക്യാൻ ബി സീറോ അല്ലെ, സീറോ ഓർഡർ റിയാക്ഷൻസ് പോസിബിൾ ആണ്. പക്ഷെ മോളിക്കുലാരിറ്റി ക്യാൻ നെവർ ബി സീറോ. എന്തില്ല, സീറോ എന്ന് പറയുന്ന ഒരു മോളിക്കുലാരിറ്റി ഉണ്ടാവില്ല. അതേപോലെ ഓർഡർ ഇറ്റ് ക്യാൻ ബി ഫ്രാക്ഷണൽ എന്നുള്ളതാണ്. ഇറ്റ് ക്യാൻ ഹാവ് ഫ്രാക്ഷണൽ വാല്യൂസ്. പക്ഷെ മോളിക്കുലാരിറ്റിക്ക് എന്തില്ല, ഇറ്റ് കനോട്ട് ഹാവ് ഫ്രാക്ഷണൽ വാല്യൂസ് അല്ലെ. അവിടെ എന്ത് വരില്ല, ഫ്രാക്ഷണൽ വാല്യൂസ് വരില്ല. ഇൻസ്റ്റെഡ് അവിടുത്തെ വാല്യൂസ് എന്തായിരിക്കും, 1, 2, 3 അല്ലെ, അങ്ങനത്തെ വാല്യൂസ് ആണെങ്കിൽ 3 തന്നെ എന്താണ് വളരെ റെയർ ആയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പം മോളിക്കുലാരിറ്റി കനോട്ട് ബി ഫ്രാക്ഷണൽ, പക്ഷെ ഓർഡർ ക്യാൻ ബി ഫ്രാക്ഷണൽ. ഇത് അതേപോലെ തന്നെ ഓർഡർ ക്യാൻ അല്ലെ, ഓർഡർ ക്യാൻ ബി നെഗറ്റീവ് ആൻഡ് മോളിക്കുലാരിറ്റി ക്യാൻ നെവർ ബി നെഗറ്റീവ്. ഇതൊക്കെയാണ് ഡിഫറൻസ്. അപ്പോൾ ഒന്ന് അവരുടെ ഡെഫിനിഷൻ, ദെൻ ഓർഡർ എക്സ്പെരിമെന്റൽ കൺസെപ്റ്റ്, മോളിക്കുലാരിറ്റി ഈസ് തിയററ്റിക്കൽ കൺസെപ്റ്റ്, order can be zero, molecularity can never be zero. Order can have fractional values, but molecularity cannot have fractional values. Order can be negative, but molecularity can never be negative. ഇതാണ് ഇതിൻ്റെ ഡിഫറൻസസ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ് ഓഫ് റിയാക്ഷൻ, എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ, റേറ്റ് ഇക്വേഷൻ അല്ലെ, ഓർഡർ, മോളിക്കുലാരിറ്റി, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്കുലാരിറ്റി, യൂണിമോളിക്കുലാർ, ബൈമോളിക്കുലാർ, ടെർമോളിക്കുലാർ റിയാക്ഷൻസ് ഒക്കെയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ക്ലാസ്സസിൽ, ബാക്കി വരുന്ന വീഡിയോസിൽ നമുക്ക് എന്ത് ചെയ്യും, ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.